ഇറച്ചി കഴുകി കഴിഞ്ഞ് പിന്നെ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മഞ്ഞൾ, ഉപ്പ് ഇട്ട് തിരുമ്പി വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു വിസിലടിക്കും. ഓക്കെ. എന്താ ചെയ്യണ്ടേ? ആദ്യം ഗ്യാസ് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഉരുളി അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി, വെള്ളുള്ളി ഇട്ടു. ഈ സബോള ഇട്ട് കൊടുക്കുക. എത്ര ഉണ്ട്? 4 സബോള അരിഞ്ഞ്, വെള്ളുള്ളി, ഇഞ്ചി മൂത്ത് വന്നപ്പോൾ 4 സബോള ഇട്ട് വഴറ്റുക. മല്ലിപ്പൊടി 2 ടീസ്പൂണ്. മല്ലിപ്പൊടി 2 ടീസ്പൂണ് ഇട്ടു. ടേബിൾ സ്പൂൺ അല്ലേ, വലിയ ടീസ്പൂണാണേ. ഓക്കെ. മല്ലിപ്പൊടി ഒന്ന് ചൂടായാൽ തീ കുറച്ച് വയ്ക്കണം. തീ കുറച്ച്. മുളകും പൊടി ഇട്ടു. 2 3 4 മതി. 4 ടീസ്പൂണ് മുളകും പൊടി ഇട്ടു. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. മഞ്ഞപ്പൊടി 1 ടീസ്പൂണ്. ഓക്കെ. എന്നിട്ട് മിക്സ്. മസാലപ്പൊടി ഇട്ടു. മസാലപ്പൊടി എത്രയാ? 1 ടീസ്പൂണ്. രണ്ട് ടീസ്പൂണ് മസാലപ്പൊടി ഇട്ടു. വേപ്പില ഉടുവിട്ടു. വേപ്പില എല്ലാം കൂടി മൂത്ത് വന്നാൽ ഒടുവ് തക്കാളി ഇടും. തക്കാളി ഇടാം. ഇതിന്റെ പച്ചമണം കംപ്ലീറ്റ് മാറണല്ലേ? പച്ചമണം അതിലല്ല ഇട്ടത്. അല്ല, പച്ചമണം മാറണല്ലേ? എന്നിട്ടാണ് തക്കാളി ഇടാ. ഓക്കെ. പച്ചമണം മാറിയിട്ടില്ല. തക്കാളി മുളക് മുരിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തക്കാളി ഇട്ടു. ചെറുതീയിൽ കിടന്ന് തക്കാളി വാടി കുഴമ്പ് പാകമാകുമ്പോൾ ഇറച്ചി ചെരിയ. അവ ശരിയാ. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തു. മസാല വേവാൻ വേണ്ടി കുറച്ച് വെള്ളം മതിയില്ലേ? കുറച്ച് വെള്ളമല്ല, കുറച്ചും കൂടി ഒഴിച്ചു. ഇപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. വേവട്ടെ കിടന്നു.
വന്നു. ഈ ഇറച്ചി ചെരിയ നമ്മള് വെള്ളം ഒഴിക്കണം. ഉണ്ടിതാ ചിക്കൻ കറി റെഡി. ചിക്കൻ കറി റെഡി. ടേസ്റ്റ് നോക്കുക അമ്മായി. ടേസ്റ്റ് നോക്കട്ടെ. ഉപ്പ് എല്ലാം ഉണ്ടോ ഒന്ന് നോക്കട്ടെ. ഉപ്പട്ടാ എല്ലാം റെഡി കഴിഞ്ഞ ഒരാളോടെ വെയിറ്റ് ചെയ്തിട്ട്. ഹായ്. അയ്യോ